ഹലോ, വന്ദേ ഭാരതിൽ കയറണമെന്ന് അതിയായ ആഗ്രഹം മൂത്ത് ഞങ്ങൾ എത്തിപ്പെട്ടത് കോഴിക്കോടിൻ്റെ മണ്ണിലായിരുന്നു കേട്ടോ. പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനേ പറ്റിയില്ല. കാരണം അറിയാലോ, ലാസ്റ്റ് മൂമെൻറ്റ് തീരുമാനിച്ചാൽ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റിട്ടേൺ ടിക്കറ്റ് വേഗം തന്നെ ബുക്ക് ചെയ്തു കേട്ടോ. തൽക്കാലിക്ക് വേഗം തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള മലബാർ പാലസ് ഹോട്ടലിലായിരുന്നു കേട്ടോ. നല്ല കിടിലൻ ആംബിയൻസും നല്ലൊരു സർവീസൊക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് ആദ്യം വന്നത്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് പുറപ്പെട്ടതാണ്, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. 12:30-ആയിരുന്നു ട്രെയിന്. ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് അവിടുത്തെ മെയിൻ സംഭവമായ ബിരിയാണി ആയിരുന്നു നമ്മൾ ഫസ്റ്റ് കഴിച്ചത് കേട്ടോ. ബിരിയാണിയും അതുപോലെ തന്നെ ബീഫും പൊറോട്ടയൊക്കെയാണ് കഴിച്ചത്. ചിക്കൻ ബിരിയാണി ആയിട്ടാണ് കഴിച്ചത്. അതൊക്കെ കഴിച്ച് വയറ് നിറച്ചതിന് ശേഷം നമ്മളിവിടുത്തെ മാളിലേക്ക് വന്നു. ഫോക്കസ് മാളായിരുന്നു കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നു, 3 ഫ്ലോർ ഒന്ന് കറങ്ങി ഒന്ന് ചുറ്റിയപ്പോഴാണ് മോന് ഇത് കണ്ടത്, ഗെയിം കളിക്കുന്ന സംഭവം. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അവന് നോ രക്ഷ, പോണം എന്നുള്ള ആഗ്രഹമായിരുന്നു. എന്നിട്ട് അവിടെ പോയി അവൻ്റെ ഇഷ്ടമുള്ള 2 ഗെയിമൊക്കെ കളിച്ചു. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഇറങ്ങിയത് അവിടുത്തെ മ്യൂസിയം, പ്ലാനറ്റോറിയം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. നമ്മൾ ഇവിടെ ബീച്ചും അതുപോലെ മിഠായി തെരുവ് കണ്ടിട്ടുണ്ട്. മാള്, മ്യൂസിയം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കാണാത്തതുകൊണ്ട് ആദ്യം തന്നെ മ്യൂസിയം പിടിക്കാൻ വിചാരിച്ചു. പിന്നെ നമുക്കധികം സമയമില്ല, കാരണം തിരിച്ച് 4:30-ക്കാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ എത്തണമല്ലോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലം ആയതുകൊണ്ട് അതിനെ ചൂസ് ചെയ്തു കേട്ടോ. അവിടെ കുറേ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കുറേ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുടക്കൊക്കെ അല്ല, അതുകൊണ്ട് പിന്നെ ആൾക്കാരും കുട്ടികളും ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് തൊട്ടടുത്ത് കുറേ കണ്ണാടികളുടെ ഒരു കലവറ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പല രൂപത്തിലും അതുപോലെ കുറേ ഇതായിട്ടും ഒക്കെ കാണുന്ന പല വെറൈറ്റി രീതിയിലുള്ള കണ്ണാടകളുടെ ഒരു കലവറ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെയാണ് ഇതുണ്ടായത്. പിന്നെ നമ്മൾ 2 ഷോയും കണ്ടു. ഒരു 3D ഫിലിമും നോർമൽ ഷോയുമാണ് കണ്ടത്. അത് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയില്ല, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇൻഫിനിറ്റി വെല്ലും കണ്ടു കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഇതിങ്ങനെ നിവർന്ന് കിടക്കുന്ന ട്രെയിനാണ്, ചെറിയ ട്രെയിനാണ്, പക്ഷേ ഇങ്ങനെ ഗ്ലാസ് വെച്ച് വലുതായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ കണ്ടു. ലാസ്റ്റ് ഒരു ക്വിസ് കോമ്പറ്റീഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് മോനും ഏട്ടനും കൂടി ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പ്രൈസൊക്കെ വാങ്ങിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സെയിം ഹോട്ടലിലേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ വന്നു. കാരണം വേറെ എവിടെയും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റ് നമ്മൾ വെക്കേറ്റ് ചെയ്ത് നമ്മുടെ വന്ദേ ഭാരത് എത്തിയിട്ടുണ്ട് കേട്ടോ. കിടിലൻ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഫ്ലൈറ്റിൽ പോകുന്നൊരു ഫീലാണ് എനിക്ക് നമ്മുടെ വന്ദേ ഭാരതിൽ കിട്ടിയത്. അതുപോലെ ഫുഡും സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുവരും. ടേക്ക് കെയർ ആൻഡ് ബൈ.